ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. ചെടികളൊക്കെ വളർത്തുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നിപ്പോകുന്ന പല സംശയങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പലരും കോമൺ ആയിട്ട് കമൻറ്റ് ബോക്സിലൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. എങ്ങനെയൊക്കെ ആ പ്രശ്നങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാമെന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതും തന്നെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, നമ്മൾ ചെടികൾ മാറ്റി നട്ട് കഴിഞ്ഞാൽ നഴ്സറിയിൽ നിന്നൊക്കെ ചെടി വാങ്ങിച്ചു കൊണ്ടുവന്ന് അത് നമ്മൾ കവർന്ന് പൊട്ടിച്ചിട്ട് ചട്ടിയിലോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് അങ്ങ് വാടിപ്പോവുക അല്ലെങ്കിൽ ചീഞ്ഞ് പോകാമെന്ന് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. ഇതെന്തുകൊണ്ടാണെന്നാണ് എല്ലാവരും ചോദിക്കാറ്. നമ്മുടെ ചെടികൾ മാറ്റി നടുമ്പോൾ അതിന് വേരുകൾ വളരെ സോഫ്റ്റ് വേരുകളായിരിക്കും. ഈ വേരുകൾ മാക്സിമം പൊട്ടാതെ നമ്മൾ ശ്രദ്ധിക്കുക. ഈ വേരുകൾ പൊട്ടിക്കഴിഞ്ഞാലുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രശ്നമാണ് വേരുകൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും. അതിൽ നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവ് പറ്റി കഴിഞ്ഞാൽ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേഷനിലേക്ക് വന്നായിരിക്കും. അതുപോലെ തന്നെയാണ് ചെടികളുടെ കാര്യം. ചെടികളുടെ വേരുകളൊക്കെ ഡാമേജ് ആയി കഴിഞ്ഞാൽ അത് നമ്മൾ മണ്ണിലോട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ആ ചെടിക്ക് വാട്ടം വരാനും അത് നശിച്ചു പോകാനൊക്കെയുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതങ്ങനെ വരാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമ്മൾ ചെടികൾ മാറ്റി കാണുമ്പോൾ ചെറുതായിട്ടൊക്കെ ചില പൊട്ടലുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് സാധാരണയാണ്. നമ്മൾ ചെടികളൊക്കെ മാറ്റി കാണുമ്പോൾ എന്തായാലും ചിലപ്പം വേരുകളൊക്കെ പൊട്ടിപ്പോവും. അത് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഫംഗിസൈഡ് കലക്കിയിട്ട് ചെടി അതിൽ കുറച്ച് നേരം മുക്കി വെച്ച ശേഷം നടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അങ്ങനെ നട്ട് കഴിഞ്ഞാൽ ഈ ഫംഗസ് വഴിയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാക്സിമം ഒഴിവാക്കിയെടുക്കാൻ പറ്റും. പിന്നെ കൂടാതെ നമ്മൾ 1-2 ദിവസം കഴിഞ്ഞ ശേഷം സ്യൂഡോമോണാസ് കലക്കിയിട്ട് അതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറിയിട്ട് ചെടി നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ആ വാട്ടൊക്കെ മാറി നന്നായിട്ട് വളർച്ച ഉണ്ടാകാൻ വേണ്ടി സഹായിക്കും. അപ്പം ഇടയ്ക്ക് നമ്മൾ സ്യൂഡോമോണാസ് കലക്കി ഒഴിക്കുന്നതും അതുപോലെ തന്നെ ഫംഗിസൈഡൊക്കെ ഒഴിക്കുന്നതൊക്കെ ഏറെ നല്ലതാണ്. അപ്പോൾ ഈ രീതിയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾക്ക് വേരിന് പൊട്ടലുണ്ടെങ്കിലും അത് മാറ്റി നന്നായിട്ട് ഹെൽത്തി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഫസ്റ്റ് ദിവസങ്ങളിലൊക്കെ ചെറിയ വാട്ടം ഉണ്ടായിരിക്കും. കാരണം നമ്മളൊരു കവറിൽ നിന്നെടുത്ത് മാറ്റി നടുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ വാട്ടങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് പിന്നെ റെഡി ആയിട്ട് വരും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ ഈ ചെടികൾ മാറ്റി നട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ എടുത്ത് നമ്മൾ വെയിലത്തോട്ട് മാറ്റി നടാൻ പാടില്ല, വെയിലത്തോട്ട് വെക്കാൻ പാടില്ല. ചെടികൾ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ട്രെസ്സിലേക്ക് ചെടി മാറുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കൂടുതൽ സ്ട്രെസ്സിലേക്ക് ചെടിയെ കൊണ്ടുപോകാൻ പാടില്ല. ഈ സൂര്യപ്രകാശവും ചൂടും വെയിലൊക്കെ ഏൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെട്ടെന്ന് ഏൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ട്രെസ്സാണ്. നമുക്ക് ഒരു പനിയുള്ള സമയത്ത് നമ്മളെ പിടിച്ച് വെയിലത്ത് കൊണ്ടുവച്ചാൽ എന്താ അവസ്ഥ? അതുപോലെ തന്നെയാണ് ചെടികൾ നമ്മൾ റിപ്പോർട്ട് ചെയ്ത ശേഷം എടുത്ത് വെയിലത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ചെടികൾക്കൊരു റെസ്റ്റ് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് തണലുള്ള ഭാഗത്ത് കുറച്ച് തണുപ്പുള്ളൊരു ഭാഗം, നമ്മൾ ഏതെങ്കിലും മരങ്ങൾക്ക് ചോട്ടിലോ നമ്മുടെ ഏതെങ്കിലും പാഷൻ ഫ്രൂട്ടിൻ്റെ പന്തലിൻ്റെ ചോട്ടിലോട്ടൊക്കെ ഈ ചെടിയെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചെടിക്ക് ഒന്ന് ഉഷാറായിട്ട് വരാനുള്ളൊരു സമയം കിട്ടും. അവർ 2-3 ദിവസം, ഒരാഴ്ചക്ക് വെച്ച് കഴിഞ്ഞാലും പ്രശ്നമില്ല. ഒരാഴ്ച വെച്ച് കഴിഞ്ഞാൽ ഉഷാറായിട്ട് വരും. കൂടുതൽ ദിവസം നമ്മൾ ഇതിൻ്റെ ചോട്ടിൽ വെക്കാൻ പാടില്ല. അപ്പോൾ വെയിൽ ആവശ്യമുള്ള ചെടിയാണെങ്കിൽ നമ്മൾ ഒരാഴ്ചയൊക്കെ മാക്സിമം വെച്ച ശേഷം എടുത്ത് വെയിലത്തോട്ട് വെക്കുക. അപ്പം ചെടിക്ക് നന്നായിട്ട് വളരാനും ഉഷാറായിട്ട് പൊങ്ങി വരാനൊക്കെ സഹായിക്കും. പിന്നെ കൂടുതൽ പൂക്കൾ തരാനൊക്കെ ചെടി ഇത് ഒരുപാട് സഹായിക്കും. അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ചെടി വാടി പോകുന്നത്. അപ്പോൾ നമ്മളിതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ പോട്ടി മിക്സിൻ്റെ കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളൊരു പോട്ടി മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടിക്ക് നമ്മൾ എന്ത് വളം കൊടുത്താലും ഈ ഒരു പോട്ടി മിക്സ് വഴിയാണ് ചെടി അത് ആഗിരണം ചെയ്യുക, മണ്ണിലിട്ട് കൊടുക്കുന്ന വളങ്ങൾ. അപ്പം പോട്ടി മിക്സ് എപ്പോഴും നമ്മൾ നന്നായിട്ട് നല്ല സ്മൂത്തായിട്ടിരിക്കാൻ ശ്രദ്ധിക്കാനുണ്ട്. വേരുകൾ എപ്പോഴും എല്ലാ ഭാഗത്തേക്കും പടർന്ന് ചെന്നിട്ട് ഈ വളങ്ങൾ ആഗിരണം ചെയ്യാൻ ചെടികൾക്ക് സാധിക്കണം. പലരുടെയും ചെടികൾ മുരടിച്ച് പോകാനുള്ള മെയിൻ റീസൺ പോട്ടി മിക്സ് സ്മൂത്ത് അല്ലാത്ത കാരണമാണ്. പലരും ചെയ്യുന്ന കാര്യം കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ട് കുറച്ച് മണ്ണിൽ മിക്സ് ചെയ്തിട്ട് അതിലായിരിക്കും ചെടികൾ മിക്കപ്പോഴും നടുക. നമ്മളത് ചെയ്യാതെ കുറച്ചുകൂടി സ്മൂത്തായിട്ട് കുറച്ച് ചകിരിച്ചോറും കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് മണ്ണും ഇങ്ങനെ എല്ലാം 1:1:1 എന്നുള്ള അളവിൽ എല്ലാം സമം എടുത്തിട്ട് നടുകയാണെങ്കിൽ ഒന്നുകൂടി ഉഷാറായിട്ട് ചെടികൾക്ക് വളരാൻ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ രീതിയിലൊക്കെ ഒന്ന് പോട്ടി മിക്സൊക്കെ തയ്യാറാക്കി നല്ല നീർവാർച്ചയൊക്കെ കൊടുത്തിട്ട് ചെടി വളർത്തുകയാണെങ്കിൽ ഒന്നുകൂടി ഉഷാറായിട്ട് ചെടികൾ വളർന്നു വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഒരുപാട് പേർക്കുള്ള സംശയമാണ്, നമ്മൾ നഴ്സറിയിൽ നിന്ന് ഒരു ചെടി വാങ്ങിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് റോസ്, ഒരു നഴ്സറിയിൽ നിന്ന് റോസ് വാങ്ങിച്ചു കൊണ്ടുവന്ന് നമ്മൾ നട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ചെടി മുരടിച്ച് പോവാണ്, പിന്നെ പൂക്കൾ ഉണ്ടാവുന്നില്ല എന്ന്. അപ്പോൾ ഇതിനുള്ള ഉത്തരം ഇതിനുള്ളൊരു മറുപടി നമ്മൾ വീഡിയോ ആയിട്ട് മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഒരുപാട് പേര് പല വീഡിയോയ്ക്ക് താഴെയും ഈ ഒരു കമൻറ്റ് ആവർത്തിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുമ്പോൾ അവർ നമ്മുടെ പഴയ വീഡിയോസൊന്നും പലപ്പോഴും കണ്ടുകൊള്ളണമെന്നില്ല. അപ്പം പിന്നീട് വരുന്ന പുതിയ വീഡിയോകളായിരിക്കും അവർ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ പഴയ വീഡിയോകൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പഴയ വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. റോസിനെ കുറിച്ചും മറ്റുള്ള ചെടികളെ കുറിച്ചൊക്കെ ഒത്തിരി വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റോസ് എന്നല്ല, എന്ത് ചെടി നമ്മൾ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാലും നമ്മൾ മാറ്റി നടുമ്പോൾ ഈ ഒരു പോട്ടി മിക്സിൻ്റെ കാര്യം നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ വളത്തിൻ്റെ കാര്യമാണ് എല്ലാവരും ഇപ്പോഴും വിചാരിച്ചിരിക്കുന്ന കാര്യം. പലർക്കും ഇപ്പോഴും ഈ ഫെർട്ടിലൈസറുകൾ, ഈ വളങ്ങൾ ഏതൊക്കെയാണെന്നുള്ള ഒരു ധാരണ പലർക്കും ഇപ്പോഴും ഇല്ല. ഒന്നാമത് ചെടികളിലേക്ക് കൂടുതലായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടാത്തതുകൊണ്ടാണ് പലരും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത്.
പിന്നെ ചെടികൾക്ക് ഏതൊക്കെ വളങ്ങൾ എപ്പോൾ കൊടുത്താലാണ് ബെറ്റർ എന്നുള്ള കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുന്ന ചെടികൾ അവിടെ പൂത്തിരിക്കുന്നതിനേക്കാളും ഉഷാറായിട്ട് നമുക്ക് വീടുകളിൽ പൂ പിടിപ്പിച്ചെടുക്കാൻ പറ്റും. തുടക്കക്കാരനായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ചെടികളുണ്ടല്ലോ, ഈ റോസാ ചെടികളൊക്കെ നമ്മൾ മറ്റുള്ള നാടൻ ചെമ്പരത്തികളെ പോലെ നമ്മൾ കൊണ്ടുപോയി നട്ട് കഴിഞ്ഞ് എന്ന് നനച്ചു കൊടുത്താൽ മാത്രം പൂക്കൾ ഉണ്ടാവുന്ന ചെടികളല്ല. ഇതെല്ലാം ഹൈബ്രിഡ് ചെടികളാണ്. ഒരു ചെടിയെ മറ്റൊരു ചെടിയുമായി സങ്കലനം ചെയ്തുണ്ടാക്കുന്ന പുതിയ സങ്കര ഇനങ്ങളാണ്. കെയറും നന്നായിട്ട് വളവും ചെയ്തു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. കഴിയുമെങ്കിൽ 15 ദിവസം കൂടുമ്പോൾ അതിന് വളം ചെയ്തു കൊടുക്കുക. 15 ദിവസം കൂടുമ്പോൾ അതിന് വേണ്ട ഫംഗിസൈഡുകൾ തളിച്ചു കൊടുക്കുക. ഈ ഫംഗിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ആളുകൾക്ക് വലിയ ധാരണ ഇല്ല എന്താണ് ഫംഗിസൈഡ്, ഏതൊക്കെ ഫംഗിസൈഡ് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ധാരണ വളരെ കുറവാണ്. അപ്പോൾ ഈ ഫംഗിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികൾക്ക് വരുന്ന ഫംഗൽ രോഗങ്ങൾ, പൂപ്പൽ രോഗങ്ങളെ ഇല്ലാതാക്കിയിട്ട് ചെടിക്ക് വീണ്ടും പഴയ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു മരുന്നെന്നൊക്കെ വേണം നമുക്ക് പറയാൻ പറ്റും ഫംഗിസൈഡ്. അപ്പോൾ ഇത്തരം ഫംഗിസൈഡ് നമ്മൾ 15 ദിവസം കൂടുമ്പോൾ നമ്മൾ റോസാ ചെടിക്കാണ് തളിച്ചു കൊടുക്കേണ്ടത്. മറ്റു ചെടികൾക്കും തളിച്ചു കൊടുക്കുന്ന ഏറെ നല്ലതാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോസാ ചെടിയിൽ ഇടയ്ക്കിടയ്ക്ക് ഫംഗൽ രോഗങ്ങൾ വന്നിട്ട് ചെടിയുടെ ഇലകൾ കൊഴിഞ്ഞു പോവുക, ചെടിയുടെ ഇലകൾ മഞ്ഞ കളറിലായിട്ട് പൊഴിഞ്ഞു പോവുക, ബ്രൗൺ സ്പോട്ടുകൾ, ബ്ലാക്ക് സ്പോട്ടുകൾ, വൈറ്റ് സ്പോട്ടുകൾ, പിന്നെ ഇലകൾക്കടിയിൽ വൈറ്റ് പൂപ്പൽ പൊടി പോലെ കുറച്ച് സാധനങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ റോസയ്ക്കും മറ്റു ചെടികൾക്കൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫംഗിസൈഡ് എന്തായാലും തളിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് നമ്മൾ തളിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പലർക്കുള്ളൊരു പ്രശ്നമാണ്, നമ്മൾ റോസൊക്കെ വാങ്ങി നട്ടിട്ട് കുറേ കാലമായിട്ട് ചെടിയിൽ ഇലകൾ വരാതെ ചെടിയിൽ കമ്പ് മാത്രമായിട്ട് നിൽക്കുന്ന പ്രശ്നം. അപ്പം പലപ്പോഴും അത് പലരും ചോദിക്കാറുണ്ട്, പലരും ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടൊക്കെ ചോദിക്കാറുണ്ട്, എന്താണ് ചെടികൾ ഇങ്ങനെ കമ്പ് മാത്രമായിട്ട് കിടക്കുന്നത്, ഇലകൾ വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വളമാണ് കൊടുക്കേണ്ടതെന്നാണ് ആദ്യം ചോദിക്കാറ്. അപ്പോൾ ഈ ഇലകൾ കൊഴിഞ്ഞു പോകാനുള്ള കാരണത്തെക്കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇലകൾക്ക് എന്തെങ്കിലും രീതിയിൽ ഫംഗസ് ബാധകൾ അല്ലെങ്കിൽ കീടബാധകളൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ ഇലകൾ നിരന്തരമായിട്ട് കൊഴിഞ്ഞു പോയിട്ട് കമ്പ് മാത്രമായിട്ട് നിൽക്കുന്നത്. ഈ സ്പൈഡർ മൈറ്റ്സ്, അതുപോലെ തന്നെ ത്രൈപ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഇലകൾ വരാതെ കമ്പുകൾ മാത്രമായിട്ട് ചെടി നിൽക്കും. പുതിയ ഇലകൾ വരുമ്പോഴും തളിരി ഇലകൾ വരുമ്പോഴൊക്കെ കീടങ്ങൾ വന്നിട്ട് അതിനെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ചെടിയിലെ പുതിയ ഇലകളൊന്നും വരാതെ തണ്ട് മാത്രമായിട്ട് വെക്കും. അപ്പോൾ നമ്മൾ തുടക്കത്തിലെ ഇത് എന്ത് പ്രശ്നം കൊണ്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഫംഗിസൈഡ് ആണെങ്കിൽ ഫംഗിസൈഡ് തളിച്ചു കൊടുക്കുക, പെസ്റ്റിസൈഡ് ആണ് പെസ്റ്റിസൈഡ് തളിച്ചു കൊടുക്കുക. എന്നിട്ടേ നമ്മൾ വളം ചെയ്തിട്ട് കാര്യമുള്ളൂ. ഹൈബ്രിഡ് ചെടികൾ നമ്മൾ കെയർ ചെയ്യുമ്പോൾ അതുപോലെ 15 ദിവസം കൂടുമ്പോൾ പെസ്റ്റിസൈഡ് തളിച്ചു കൊടുക്കുക, ഫംഗിസൈഡ് തളിച്ചു കൊടുക്കുക. കൂടാതെ നമ്മൾ ഫെർട്ടിലൈസറും കുറച്ചായിട്ട് തളിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ചെടികൾ വെക്കേണ്ട സ്ഥലം സെലക്ട് ചെയ്യുന്നത് എപ്പോഴും ആ ചെടികളെ കുറിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രമായിരിക്കണം. റോസിനൊക്കെ ആണെങ്കിൽ ഫുൾ സണ്ണ് 6 മണിക്കൂറിൽ കൂടുതൽ വെയിൽ കിട്ടുന്ന ഭാഗത്ത് നമ്മൾ റോസൊക്കെ നടാം. എന്നാൽ ഈ റോസിന് നമ്മൾ കുറച്ച് തണലുള്ള ഭാഗത്ത് വെച്ച് കഴിഞ്ഞാലും നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പ്രശ്നങ്ങൾ ഈ റോസിനുണ്ടാവും. ഇല പൊഴിച്ചിൽ, അതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാവാതിരിക്കുക, വളർച്ച ഉണ്ടാവാതിരിക്കുക, മുരടിച്ച് പോവുക, ഇതൊക്കെ ഈ റോസിന് സ്വാഭാവികമായിട്ടും വരും. അപ്പോൾ നമ്മൾ ചെടികൾ വെക്കുന്നതിന് മുമ്പായിട്ട് ആ ചെടിക്ക് ആവശ്യമുള്ള വെയിൽ അവിടെ കിട്ടുന്നുണ്ടോ എന്ന കാര്യം കൂടി നമ്മൾ ഒന്ന് ഉറപ്പ് വരുത്തും. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ചെടികൾ വളർത്താൻ തുടങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചെടികളൊക്കെ നല്ല രീതിയിൽ ഉഷാറായിട്ട് വളർന്നു വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ എത്രത്തോളം ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.